ദേവേട്ടന്റെ കാര്യം വിടാൻ പറഞ്ഞ എന്താണെന്നറിയോ സാജന്? ഇല്ല. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിഷ്ണു എന്നൊരു ചെറുക്കുണ്ടായിരുന്നു. അവനെ ആരാധകൻ എന്ന് പറഞ്ഞാ പോരാ, അതിന്റെ അപ്പുറത്ത് എന്തോ ആയിരുന്നു അവൻ. എന്നിട്ട് എന്തായി? അവൻ എന്താ ചെയ്തേ? ഇനി ആരാധന താങ്ങാൻ പറ്റാതല്ല. ഒരു ആരാധകന് ചെയ്യുന്നതിന്റെ അപ്പുറമാണ് അവൻ ചെയ്തത്. അതല്ല രസം. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അവൻ നമ്പർ കിട്ടിയപ്പോ ഞാൻ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, ആ പഴയ ആരാധന എപ്പോഴും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അവൻ ചത്ത വീടാണോ അല്ലേ? കേക്ക്. എന്നിട്ട് ഞാൻ അവനെ വിളിച്ചു. ഹലോ, വിഷ്ണു അല്ലേ? എന്നിട്ട് ഞാൻ അവനെ കോറെ നേരിട്ട് വട്ടം കളിപ്പിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ദേ ഞെട്ടണ്ട, ഇത് പാർവതി മേനനാണെന്ന്. ഇത് കേട്ട ഉടനെ അവനൊരു കരച്ചിലങ്ങ് കരഞ്ഞു. അയ്യോ, പിന്നെ എന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വരികയാണെന്ന് ആലോചിച്ചിട്ടായിരിക്കും അവൻ ചിരിച്ചത്. സാജന് തമാശക്ക് പറഞ്ഞാണോ അതോ കാര്യമായിട്ട് പറഞ്ഞാണോ? ഞാൻ തമാശക്ക് പറഞ്ഞ. സാജൻ ഇത് കാര്യമായിട്ട് പറഞ്ഞല്ലേ? അല്ല, തമാശക്ക് പറഞ്ഞ. അല്ല, സാജൻ ഇത് കാര്യമായിട്ട് പറഞ്ഞതാ. എപ്പോഴും നീ ജയിക്കുന്ന എനിക്കിഷ്ടം, അതുകൊണ്ട് ഇതും ഞാൻ സമ്മതിക്കാം. ശരിയാ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ആഹാ, കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? എന്നാ ശരി, ഇതും കൂടി കേട്ടോ. സാജന്റെ അവസരം പോയി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. പറു ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഇത്രയും വലിയ തീരുമാനം എടുക്കുന്ന ചീപ്പാണ്. ഓഹോ, അപ്പൊ ഞാൻ ചീപ്പാണെന്നാണല്ലേ? അയ്യോ, ഒന്നല്ല ഞാൻ പറഞ്ഞേ. എന്നൊരു ധ്വനി സാജന് പറച്ചിലുണ്ടായിരുന്നു. അത് വേറെ നിന്റെ തോന്നലാണ്. തോന്നിയതാണല്ലോ സാജൻ പറഞ്ഞത്. പറയുന്ന കാര്യം തോന്നി പോലെ എടുത്തിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരം കൊണ്ടുവച്ചിട്ട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? പറയേണ്ടത് പാറു തന്നെയാ. ഞാൻ എന്താ പറയേണ്ടത്? എന്തിനാ എത്ര നിസ്സാര കാര്യം പറഞ്ഞ് വലുതാക്കുന്നതെന്ന്? ആരാ വലുതാക്കിയത്? പറ, ആരാ വലുതാക്കിയത്? ഓക്കെ ഓക്കെ, റിലാക്സ്. ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനാണ് അത് വലുതാക്കിയത്. ഓക്കെ, പക്ഷേ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ നീയും പ്രശ്നം ഉണ്ടാക്കിയില്ലേ? പിന്നെ ഞാനത് വലുതാക്കിയപ്പോ നീയും വലുതാക്കിയില്ലേ? അപ്പൊ ഞാനത് കോംപ്രമൈസ് ചെയ്യുമ്പോ നീയും കോംപ്രമൈസ് ചെയ്യണ്ടേ? റാസ്കൽ. നിന്റെ അച്ഛൻ. എന്നെ പറ്റിയാണോ? അപ്പൊ അതാണ് കാര്യം. ഇവന്റെ ഈ ശുഷ്കാന്തിയോടൊപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്ത് എന്താണ് കളിയെന്ന്. നീ ഇതെങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സാറേ അവൻ കിട്ടിക്കോളാൻ സമ്മതിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവനെ കോഫി ഷോപ്പിൽ കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. ഇവൻ ബിരുദനാണെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എന്തായാലും നല്ല പണിക്കാരനാ. ഇനി അവൾ ഇവിടെ ഇല്ലെന്നറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും പൊയ്ക്കളയോന്ന് എന്റെ പേടി. അങ്ങനെ പോവാണെങ്കിൽ പോട്ടെ റോയ്ച്ച, നമുക്ക് വേറെ ആളെ നോക്കാം. എന്നാ കൊണ്ടുപാടി, നീ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരാളെ. അത് പിന്നെ സാറ് ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞ അവൻ പോവില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. അറിയാനൊന്നും പോകുന്നില്ല, അത് ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ? അതവൻ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അവൻ അറിയണ്ട, സാറെ വീട്ടിൽ പോയി കാണാന്ന് പറഞ്ഞാൽ മതി. അവളതിനെ തിരിച്ചു വരില്ലല്ലോ, അപ്പോഴോ? അത് നമുക്കല്ലേ അറിയാവുള്ളൂ. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുള്ള വരായിരിക്കുമ്പോഴോ? അതപ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഇതാ നിങ്ങളുടെ കോഫി. ഹോ, ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരു പയ്യനെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ കോഫി ഷോപ്പ് ഞാൻ ഒരു നല്ല നിലയിലെത്തിച്ച. താങ്ക്സ് ഉണ്ട് ട്ടോ റോയിച്ച. ഇവനന്ന് പാർക്കിൽ വെച്ച് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇവൻ ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണെന്ന്. പക്ഷേ പാർക്കിൽ കണ്ട എല്ലാരെയും ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പരിഹരിക്കാം വിനീത്. നീ ആദ്യം കുറച്ച് വിനയം കാണിക്കും. വിനയം കാണിക്കാം, എത്ര വേണേലും കാണിക്കാം. എല്ലാം ഒന്ന് ഭംഗിയായി കലാശിച്ചാ മതിയായിരുന്നേ. എല്ലാം ഭംഗിയായിട്ട് തന്നെ കലാശിക്കും, നീ പേടിക്കായിരിക്കും. ഞാനല്ലേ പറയുന്നത്. സോറിയോടുള്ള ഇഷ്ടം എങ്ങനെ അറിയിക്കും? ഓക്കെ, എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞാനത് ഇവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പോൾ സമ്മതിച്ച് അനുഗ്രഹിക്കണം. നീ ഇപ്പോ ലാലേട്ടനല്ലേ ഇമിറ്റേറ്റ് ചെയ്തത്? അതെ, എങ്ങനെയുണ്ട്? അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. എന്താ ടോണി നിന്റെ കമന്റ്സ്? നമുക്കൊന്നുകൂടെ നോക്കാം. ശരിയായിട്ടില്ല. അയ്യേ, ഇവിടെ എന്താ ഷൂട്ടിങ്ങോ? ഇതൊരു കണക്കിന് ഷൂട്ടിംഗ് ആണല്ലോ റോയ്ച്ച. അതായത് പച്ച മലയാളത്തിൽ വധിക്കുക എന്ന് പറയും. മിമിക്രി കാണിച്ചിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടിയ അതേ മനോഹരമായ ആഹാ ആഹാ